ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു പാർട്ടി ഒരു വീട് വെച്ചപ്പോൾ അന്ന് അവർക്കൊരു കാറിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്. കാറിനെ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ചെറിയൊരു ബഡ്ജറ്റിലാണ് ഒരു വീട് വരെ വെച്ചത്. വീട് വെച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അവർക്ക് മക്കൾക്ക് ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഒരു കാർ വാങ്ങിച്ചു. കാർ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് കാർ പോർച്ച് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഈ കാർ പോർച്ച് പണിയുന്നത് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതൊരു വലിയ മിസ്റ്റേക്ക് ഈ കാർ പോർച്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാർ പോർച്ച് പണിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വീടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാർ പോർച്ച് പണിയുന്നത്. ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കാർ പോർച്ച് പണിയാനായിട്ട് 2 വാസ്തുപ്രകാരം 2 ദിക്കുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കാർ പോർച്ച് പണിയുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ആ ദിക്കിലാണ് ചെയ്യുന്നതെങ്കിലും മറ്റു ചില മിസ്റ്റേക്കുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു വീടിൻ്റെ പ്ലാനാണ്. ഇത് ഒരു കിഴക്ക് ദർശനമുള്ള വീടെന്ന് വെച്ചോ. കിഴക്ക് ദർശനമുള്ളൊരു വീട് നമ്മൾ എടുത്തു. കിഴക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇതിൻ്റെ ഗേറ്റ് നിൽക്കുന്നത്. ഇവരൊരു വണ്ടി എടുത്ത സമയത്ത് ഇവരെന്തോ ചെയ്തു. അപ്പം ഇവിടെ അവർക്ക് കിണറുമുണ്ട്. അപ്പോൾ ഈ വടക്ക് വശത്ത് അവർക്ക് മുറ്റം കിടപ്പുണ്ട്. ഇവർ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഷെഡ് പണിഞ്ഞു. കോൺക്രീറ്റിലൊന്നും അല്ല. അവർ ഈ 2 ഇരുമ്പ് ബാറുകൾ ഈ ഭിത്തിയിൽ പിടിപ്പിച്ചുകൊണ്ട് 2 പൈപ്പുകളും ഇവിടെ കൊടുത്തുകൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ ഒരു കാർ പോർച്ച് പണിയും. അപ്പം ഒരു വാസ്തുവിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചെന്ന് വെച്ചോ, സാറേ ഞാൻ ഇതുപോലൊരു വണ്ടി വാങ്ങിച്ചു, എനിക്ക് കാർ പോർച്ചിന് പറ്റിയൊരു സ്ഥലം ഏതാണ്? അത് നിങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്തോളൂ. അപ്പോൾ അവർ വീടുമായിട്ട് ബന്ധപ്പെടുത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാർ പോർച്ച് പണിഞ്ഞു. ഇവിടെ വന്നപ്പോഴുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത്രയും ദിക്ക് വളരും. ചിലർ പറയുന്നുണ്ട് അത് ഒരു ഷീറ്റല്ലേ അല്ലെങ്കിൽ ഇതല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ റൂഫ് വന്നിട്ടുണ്ട്, 2 പൈപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് റൂഫും പൈപ്പും കൂടെ വരുമ്പോൾ അത് പില്ലറായിട്ട് വന്നിട്ട് ഇതിനെ ഒരു ഏരിയ ആയിട്ട് തന്നെ തിരിയും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ചെയ്ത വീടുകളോ നിങ്ങളുടെ അനുഭവത്തിലോ നിങ്ങൾ വെച്ച് നോക്കുക. കാർ പോർച്ച് പണിഞ്ഞതിന് ഇത്തരത്തിൽ നിങ്ങളൊരു കാർ പോർച്ച് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിഞ്ഞതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്താ ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ കാർ പോർച്ച് പണിഞ്ഞപ്പോൾ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കോർണർ ഈ പോയിന്റിലേക്ക് മാറി. നേരത്തെ ഇവിടെ ആയിരുന്നു. ഇപ്പം ഈ വീടിൻ്റെ കോർണർ ഇവിടെയായിട്ട് മാറിയപ്പോൾ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരണമെന്നുള്ളൊരു വാസ്തു നിയമം ഇവിടെ തെറ്റി. ഈ വന്ന പോയിന്റും കൂടെ കൂടിച്ചേർന്ന ഈ മൂല ഇവരെ വീട്ടിൽ മിസ്സിംഗ് ആയപ്പോൾ എന്തോ പറ്റി? വടക്ക് കിഴക്ക് ഭാഗം പോയി. നോർത്ത് ഈസ്റ്റ് ഭാഗം വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ വീട്ടിൽ നോർത്ത് ഈസ്റ്റ് പോയി. അതുപോലെ മറ്റൊരു മിസ്റ്റേക്കും കൂടെ പറ്റി. ഇത് നോർത്ത് ഭാഗവും മിസ്സിംഗ് ആയി. നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആയി വീടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ വളർച്ചയിൽ ഒരു കാര്യമായ പുരോഗതി ഇല്ലാത്തൊരവസ്ഥ വരാനുള്ള സാധ്യത വാസ്തുപ്രകാരം വളരെ കൂടുതലാണ്. ഇവർക്ക് ഇത് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വീടുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണ്ടായിരുന്നു. വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇവിടെ 2 പൈപ്പുകൾ ഉപയോഗിച്ചു. അതേ 2 പൈപ്പിൻ്റെ ആവശ്യം കൂടി മാത്രമേ ഉള്ളായിരുന്നു. വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇങ്ങനെ ഈ ഭാഗത്ത് തന്നെ സ്ഥലം വളരെ കറക്റ്റാണ്. ഇത്തരത്തിൽ ഇവിടെ വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇവിടെ ഒരു കാർ പോർച്ച് പണിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പറയപ്പെടുന്ന നോർത്തും നോർത്ത് ഈസ്റ്റും ഒന്നും മിസ്സിങ് ആകത്തില്ലായിരുന്നു. കാർ പോർച്ചിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള 1ാമത്തെ സ്ഥലത്ത് തന്നെ കാർ പോർച്ച് പണിയാനും പറ്റുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് കാർ പോർച്ച് പണിയേണ്ടത്. ഒരു കാർ പോർച്ച് പണിയുമ്പോൾ തന്നെ നമുക്ക് വാസ്തു തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കി പണിയണം. ഓക്കെ, അത് അവർ കാർ പോർച്ച് അവിടെ വടക്ക് പടിഞ്ഞാറല്ല പണിഞ്ഞത്. വടക്ക് പടിഞ്ഞാറ് പണിഞ്ഞത് കൊണ്ടാണല്ലോ ഈശാന കോണ് പോയത്. അപ്പോൾ ഈശാന കോണിലാണല്ലോ വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്നത്. അവർ ഈ കാർ പോർച്ച് പണിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്ക് കിഴക്ക് മൂലയിലാണെന്ന് വെച്ചു. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഈ 2 ഇരുമ്പ് ബാറുകൾ ഇതിൽ പിടിപ്പിച്ചു, ഷീറ്റിട്ട് ഇവിടെ 2 പൈപ്പുകളും കൊടുത്തുകൊണ്ട് തെക്ക് കിഴക്ക് മൂലയിൽ കാർ പോർച്ച് പണിഞ്ഞു. അപ്പോൾ കാർ പോർച്ചിൻ്റെ 1ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറും 2ാമത്തെ സ്ഥാനം തെക്ക് കിഴക്കുമാണ്. അപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവർ കാർ പോർച്ച് പണിഞ്ഞു.
ഇവിടെയും ഇവർ ഈ മിസ്റ്റേക്ക് ആവർത്തിച്ചിട്ടുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പണിഞ്ഞു. വീടുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പണിയുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഈശാന കോണാണ് പോയെങ്കിൽ ഈ വീടിൻ്റെ കന്നിമൂല പോയി. അതായത് ഇത്രയും ഭാഗം വെളിയിലോട്ട് വന്നപ്പോൾ ഇത്രയും വീടിൻ്റെ ഒരു പോർഷനായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ സൗത്തും സൗത്ത് വെസ്റ്റ് കോർണറും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ 2 കോർണർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീട്ടിൽ സമ്പത്ത് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങളും വീട്ടിനൊരു പുരോഗതിയുമില്ല. ഇവിടെ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി. കാരണം ഈ ഒരു ചെറിയ കാർ പോർച്ചാണ്. ഇവിടെയും അവർക്ക് ചെയ്യാമായിരുന്നു. ഇത് വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇവിടെ ഉപയോഗിച്ച 2 പൈപ്പുകൾ ഇവിടെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ ചെയ്തെടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കുഴപ്പം വരില്ലായിരുന്നു, കന്നിമൂല പോകില്ലായിരുന്നു. അപ്പോൾ ഈ കാർ പോർച്ച് പണിയുമ്പോൾ, കാർ പോർച്ച് എന്നല്ല, ഇതുപോലെ ടോയ്ലറ്റുകൾ മറ്റെന്ത് നിർമ്മിതികൾ പണിയുമ്പോഴും നമ്മൾ നിലവിലിരിക്കുന്ന, അപ്പം ഇത് ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ് സാറേ, നമ്മൾ ഒരു വീടൊന്ന് ഒന്ന് പുതുക്കി പണിഞ്ഞു, അതല്ലെങ്കിൽ നമ്മളൊരു ബാത്റൂം വെച്ചു, അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലതും നമുക്ക് കുറേശ്ശെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അവർ ചെയ്ത ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണ്, അതിൽ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വീട് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് സംഭവിച്ചു പോയി. അപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ അതിനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം. അല്ലെ ചെറിയ റെസിഡൻസിലാണ് അത് ചെയ്തിരിക്കുന്നവർക്ക് അത് പൊളിച്ചു മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വാസ്തു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരാ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിന് നമുക്ക് വാസ്തുപ്രകാരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഫെങ്ഷി കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ലെവലിലോട്ട് കയറി വരാനായിട്ട്, ജീവിതത്തിൽ മുന്നോട്ട് വരാനായിട്ട് വാസ്തുവും ഫെങ്ഷിയും നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.